ഹായ്, ഐ ആം ജോബി ഫ്രം പവർലിങ്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഇൻഷുറൻസിനെ കുറിച്ച് പറയാനാണ്. സാധാരണ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസിനെ കുറിച്ചാണ് പറയാറുള്ളത്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അതായത് ഒരുപാട് പേര് ഈ ഇൻഷുറൻസിനെ കുറിച്ച് വിളിച്ച് പറയുന്നത് നമ്മൾ എടുത്തു കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. അതിൻ്റെ ബേസ് ചെയ്താണ് ഈ പോളിസിയെ കുറിച്ച് പറയുന്നത്. ഈ പോളിസി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2008-ലാണ്. 2008 കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം അന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പദ്ധതി തുടങ്ങിയിരുന്നു. അന്ന് കേരളത്തിലും തുടങ്ങിയിരുന്നു. അത് RSBY എന്ന ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അന്ന് തുടക്കത്തിൽ ഇത് 30,000 രൂപ വരെയായിരുന്നു ഒരു ഫാമിലിക്ക് ഇത് ലഭിച്ചിരുന്നത്. അതായത് അന്ന് BPL കാർഡ്, അതായത് എന്ന് പറയുന്ന BPL കാർഡ് ഉള്ളവർക്ക് സാമ്പത്തിക നില കുറവുള്ളവർക്ക്, അതായത് അന്നത്തെ BPL കാർഡ് ഉള്ളവർക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു കുടുംബത്തിന് എല്ലാവർക്കും കൂടെ ഒരു കാർഡാണ് ഉണ്ടായിരുന്നത്. അത് 30,000 വരെയാണ് അത് ലഭിച്ചിരുന്നത്. അത് തുടർന്ന് 2018 വരെ വന്നു. 2018 വരെ ആയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അത് ആയുഷ്മാൻ ഭാരത് യോജന എന്ന ഒരു പദ്ധതിയായി അത് 5 ലക്ഷം വരെ ആക്കി. അതായത് അതിൽ ചേരാൻ വേണ്ടി 2.5 ലക്ഷം വരെ വാർഷിക വരുമാനം ഉള്ളവർക്ക് ഈ കാർഡ് നമുക്ക് എടുക്കാമായിരുന്നു. അങ്ങനെ 2018-19 കാലഘട്ടത്തിലാണ് ഇത് റിന്യൂവലും മറ്റും പുതിയതായി ചേരുന്നതും ആൾക്കാർ ചേർത്തതും പുതിയ ആൾക്കാർക്ക് കാർഡ് ലഭിച്ചതും. അന്ന് ഒരുപാട് പേർക്ക് കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ കാർഡ് ലഭിച്ചവർക്കെല്ലാം 5 ലക്ഷം വരെ ഉള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫ്രീ ആയി ലഭിച്ചിരുന്നു. ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ ഇതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് അന്ന് ഏതൊക്കെ ഹോസ്പിറ്റലിൽ ലഭിക്കുന്നത് ഇപ്പോഴും ഓൺലൈനിൽ അതിന്റെ ലിസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് അന്ന് 2019 റിന്യൂ ചെയ്തതിനു ശേഷം പിന്നെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. എന്നാൽ അന്ന് എടുത്തവർക്ക് ഇപ്പോഴും ആ ചികിത്സാ ആനുകൂല്യങ്ങൾ തുറന്നു കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ വർഷം, അതായത് 2024 പുതിയ സർക്കുലർ വന്നതനുസരിച്ച് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും, അതായത് സാമ്പത്തിക ഇത് നോക്കുന്നില്ല, അതായത് ഇത്ര ലക്ഷം രൂപ വരുമാനമുള്ളവരാണോ അങ്ങനെ ഒന്നും നോക്കാതെ 70 വയസ്സായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഈ ഇന്ത്യയിലുള്ള എല്ലാവർക്കും 70 വയസ്സായ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്ന് പുതിയതായി ഓർഡർ വന്നിട്ടുണ്ട്. ഈ 70 വയസ്സായ എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി ഉൾക്കൊള്ളിച്ച് എല്ലാവർക്കും ഈ പോളിസി കൊടുക്കുമെന്നുള്ള ഇത് വന്നു. അതായത് അതിപ്പോൾ ഓൺലൈൻ വഴി എല്ലാവർക്കും നമുക്ക് എടുക്കാമെന്നുള്ളത്. അത് സ്വന്തമായി നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. അതല്ലെങ്കിൽ CSC സെന്റർ വഴിയോ നമുക്ക് സ്വന്തമായി ഇത് ചെയ്യാം. ഓൺലൈൻ വഴി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഇതിന്റെ പ്രവർത്തനം ഇതുവരെ കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇതെന്തോ ടെക്നിക്കൽ എറർ കാരണം വെയിറ്റിംഗിലാണ്. ഉടനെ തുടങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇതിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു, കാർഡ് ആരംഭിച്ചിട്ടുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ എല്ലാവർക്കും എടുക്കാം. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ചികിത്സാ ആനുകൂല്യങ്ങൾ ഇപ്പൊ ഇതുവരെ നൽകാൻ തുടങ്ങിയിട്ടില്ല. ഹോസ്പിറ്റലിന്റെ ലിസ്റ്റുകളൊക്കെ ആയിട്ടുണ്ട്. അത് ഓൺലൈനിലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഹോസ്പിറ്റൽ ലിസ്റ്റൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും അക്ഷയ സെന്റർ വഴി ചെന്ന് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ കാർഡ് ലഭിക്കുമെന്നും 70 വയസ്സായ എല്ലാവർക്കും തന്നെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ആനുകൂല്യം ലഭിച്ചിരിക്കുവാണെന്നും അത് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്നും കണ്ടാണ് ഒരുപാട് പേര് വിളിക്കുന്നത്. എന്നാൽ ഇതുവരെ അങ്ങനെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർഡ് എടുത്തു വയ്ക്കാം, പക്ഷെ ഇതുവരെ ചികിത്സാ ആനുകൂല്യം തുടങ്ങിയിട്ടില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2018 ആരോഗ്യ കാർഡ് എടുത്തിട്ടുള്ളവർ, ആ കുടുംബത്തിലുള്ള ആരെങ്കിലും 70 വയസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കാർഡിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തു. ആ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ, അതായത് 2018 കാർഡ് എടുത്തിട്ടുള്ളവർക്ക് ഇപ്പൊ ചികിത്സാ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള ലിസ്റ്റുകളിൽ എവിടെ ചെന്നാലും ആ ചികിത്സാ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് 5 ലക്ഷം വരെയുള്ള ആനുകൂല്യം ഇപ്പൊ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കാർഡിലോട്ട് അപ്ഡേറ്റ് ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ ആനുകൂല്യം തൽക്കാലം കിട്ടത്തില്ല. എന്നുവെച്ചാൽ അത് പുതിയ കാർഡിലോട്ട് അപ്ഡേറ്റ് ചെയ്തു. പക്ഷെ ആ കാർഡിന്റെ ആനുകൂല്യം ഇതുവരെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഉടനെ അത് ആരംഭിക്കുമായിരിക്കും, പക്ഷെ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ കാർഡിന്റെ ആനുകൂല്യവും കിട്ടത്തില്ല, ഈ കാർഡിന്റെ ആനുകൂല്യം കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് പഴയ കാർഡ് ഉള്ളവർ ഒരു കാർഡ് വെച്ചാലും 70 വയസ്സായ എബോവ് ഉള്ളവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ കാർഡിന് അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. അത് പുതിയ ഓർഡർ വന്നിട്ട് ഇവിടെ ചികിത്സാ സഹായം ആരംഭിച്ചതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അത് മെയിനായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
ഇതാണ് ഇതിന്റെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന അപ്ഡേഷൻ. അതായത് ഇതുവരെ ചികിത്സാ ആനുകൂല്യങ്ങൾ ആരംഭിച്ചിട്ടില്ല, ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമന്റ് വഴി ഇതിന്റെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയൊക്കെ ഉത്തരം അനുസരിച്ച് ഉള്ള ഒരു നല്ല ഒരു വീഡിയോ ഉടനെ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നോക്കുകയാണോ? എങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. പോളിസി എടുക്കുമ്പോൾ തന്നെ മെഡിക്കൽ കൗൺസിലൂടെ മാത്രമേ പോളിസി ഇഷ്യൂ ചെയ്യുകയുള്ളൂ. പോളിസി എടുത്ത ശേഷം എല്ലാ മാസവും പുതിയ അപ്ഡേഷൻസ് തന്നുകൊണ്ടിരിക്കും. ക്ലൈം സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കും. മന്ത്ലി EMI ഓപ്ഷൻ, അതും എമർജൻസി സിറ്റുവേഷനിൽ EMI സപ്പോർട്ടിംഗ്, എല്ലാ പോളിസികൾക്കും OP ഓഫർ.